ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ യാക്കോബായ സഭ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമസ്കാരം ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പലരും അദ്ദേഹത്തെ പി തങ്കച്ചനെ അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം യാക്കോബായ സഭ വിശ്വാസി കൂടിയാണല്ലോ. ഒപ്പം തന്നെ സഭ അദ്ദേഹത്തെ കമാൻഡർ പദവി നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സഭാ വിശ്വാസി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? തീർച്ചയായിട്ടും യാക്കോബായ സുറിയാനി സഭയുടെ മുതിർന്ന വൈദികൻ, പൈനാടത്ത് ബഹുമാനപ്പെട്ട പൗലൂസച്ചന്റെ മകനായി ജനിച്ച പി തങ്കച്ചൻ അവറുകൾ 1968 എനിക്കൊന്ന് 29ാമത്തെ വയസ്സിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻഷിപ്പ് ലഭിച്ചയാളാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലുടനീളം പരിശോധിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിലായാലും സഭയിലായാലും സ്വാർത്ഥതയില്ലാതെ സുധീര നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട തങ്കച്ചൻ സാറിൻ്റെത്. കേരള നിയമസഭയിലെ മുൻ കൃഷി വകുപ്പ് മന്ത്രി, നിയമസഭാ സ്പീക്കർ, KPCCയുടെ പ്രസിഡന്റ്, UDFന്റെ ദീർഘകാല കൺവീനർ തുടങ്ങി അദ്ദേഹം ഏറ്റെടുത്ത ചുമതലകളൊക്കെ സ്വാർത്ഥതയില്ലാതെ പൊതു സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ള വലിയ മികച്ച വൈഭവത്തോടുകൂടി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് സമൂഹത്തിന്, സഭയ്ക്ക് എന്നും അഭിമാനം പകരുന്നതാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഒരു പുരോഹിതന്റെ മകൻ എന്നതോടൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങൾ 970 കാലയളവിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ, തോമസ് മോർ ദീവനാസിയോസ് മെത്രാപ്പൊലീത്തയായി അങ്കമാലി ഭദ്രാസനത്തിന്റെ ചുമതലയിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം സുധീര നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു. ആലുവ ഗ്രേറ്റ് മാർച്ചിൽ പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ് ദീർഘനാൾ ആസ്പത്രിയിൽ കിടക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ സഭാ സേവനവും ശുശ്രൂഷയും സഭയ്ക്ക് ഒരുപാട് മേഖലകളിൽ ശ്രേഷ്ഠത കൈവരിക്കുവാൻ സാധിച്ചു എന്നത് നന്ദിയോടെ സ്മരിക്കുകയാണ്. സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ആഗമാന സുറിയാനി സഭയുടെ തലവൻ പരിശുദ്ധ പാത്രീർക്കീസ് ബാവ അദ്ദേഹത്തെ ഷെവലിയർ കമാൻഡർ പദവികൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാട് യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാ ട്രസ്റ്റിയുടെ പേരിലും സഭാ സെക്രട്ടറി, സഭാ സമിതികളുടെ പേരിലുള്ള അനുശോചനം സന്തപ്ത കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ കാലയളവിൽ യാക്കോബായ സഭയ്ക്ക് നൽകിയ നിസ്വാർത്ഥമായ നിസ്തുലമായ സേവനങ്ങളെ നന്ദിയോടെ സ്മരിച്ച് സത്യവിശ്വാസിയായ മികച്ച സംഘാടകനായ മുതിർന്ന രാഷ്ട്രീയ നേതാവായ പ്രതിഭാധനനായ ആ മഹത് വ്യക്തിത്വത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെ നന്ദി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.